ഹായ് മക്കളെ, സാറാണ്. അപ്പോൾ മക്കളെ, നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 15 ജേണൽ എൻട്രികളിലൂടെ മക്കൾക്ക് ജേണൽ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു കടമ്പ അങ്ങോട്ട് സെറ്റാക്കി തരാൻ പോവുക. റെഡി? അപ്പോൾ സാറ് പറയാൻ പോകുന്ന ഈ 15 ജേണൽ എൻട്രികൾ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചാൽ, ഇത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചാൽ മക്കൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ജേണൽ എൻട്രികളിൽ ഉണ്ടാവില്ല. ഓക്കെ? അപ്പോൾ ആകെ 15 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ജേണൽ എൻട്രി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ജേണൽ എൻട്രിയാണ്. യെസ്, ഇതാ തരുൺ സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് ഇത്ര. ഓക്കെ, അതായത് ഒരാൾ ഇത്ര രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ജേണൽ എൻട്രി. റെഡി? നമുക്കറിയാലോ, മക്കളെല്ലാവരും ബൈ ഹാർട്ടാക്കി പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ, എന്താണ് ഇതിലെ ജേണൽ എൻട്രി എന്നുള്ളത്. യെസ്, നമുക്കറിയാം എന്താണ് ക്യാഷ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ആണ് ടു ക്യാപിറ്റൽ. റെഡി? നമുക്ക് 1 lakh നമ്മൾ എഴുതും. റെഡി? അതായത് ഇവിടെ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, അസറ്റ് കൂടുന്നു, അതേസമയം നമുക്ക് അവിടെ ഒരു ലാബിലിറ്റി ഉണ്ടാകുന്നു അല്ലെ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ഉണ്ടാകുന്നു. ലാബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ.